വെച്ചോളൂ. കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ദറസ് വിദ്യാർത്ഥികളെ, അതും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ അതിക്രൂരമായി ആക്രമിച്ച മതതീവ്രവാദിയാണ്, സംഘിയാണിവൻ. ഇവനൊരു സൈനികനാണ്. സാധാരണ നിലയിൽ ഒരു സൈനികന് തന്റെ രാജ്യത്തെ മനുഷ്യന്മാരുടെ, പൗരന്മാരുടെ മതമോ ജാതിയോ ഒന്നും അവൻ ചിന്തിക്കാറില്ല, ആലോചിക്കാറില്ല. അവന്റെ ചിന്തയിലുള്ളത് എപ്പോഴും തന്റെ രാജ്യമായിരിക്കും, രാജ്യത്തെ കുറിച്ചുള്ള സുരക്ഷയായിരിക്കും. എന്നാൽ ഇവനെ പോലെയുള്ളവർ പുറമെ നമുക്ക് മുമ്പിൽ സൈനിക വേഷം കെട്ടി ആടുന്നു എന്നേ ഉള്ളൂ. ഉള്ളിന്റെ ഉള്ളിൽ മതതീവ്രവാദം കൊണ്ടു നടക്കുകയാണ്. അപരമത വിദ്വേഷവും മുസ്ലിം വെറുപ്പുൽപാദനവും തൊഴിലാക്കി മാറ്റിയ ഒരു മൂന്നാംകിട സംഖ്യയാണിവൻ. പറയുന്നൊക്കെ ശരിയാണ്. പക്ഷെ ഈ പറയുന്ന ആൾക്ക് ഉള്ളിൽ ഒരല്പം വർഗീയത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കാരണം ഇയാളെ വീഡിയോ ഫുള്ള് കേട്ട് നമുക്ക് മനസ്സിലാവും ഇവനൊരല്പം വർഗീയ രീതിയിലാണ് ചിന്തിക്കുന്നുള്ളത്. എന്റെ സുഹൃത്തുക്കളെ, ഇയാൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ സത്യമാണ്. മലപ്പുറത്ത് കുറച്ച് ദർസ് വിദ്യാർത്ഥികൾ അവരെന്തോ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചുമരെഴുത രാത്രി പോയി. രാത്രി പോയപ്പോൾ അവിടെയുള്ള സൈനികനായിട്ടുള്ള ഒരുവൻ ആ കുട്ടികളെ ആക്രമിച്ചു. അതിഭീകരമായിട്ട് ആക്രമിച്ചു. അതിന്റെ ഭാഗമായിട്ട് ജയിലിൽ കുത്തിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ കാണുന്ന ദൃശ്യത്തിൽ ചങ്ങാതി. എന്തുകൊണ്ടാണ് ഇയാൾക്ക് രാത്രിയിൽ തൊപ്പിയും മറ്റും വെച്ച ദർസ് വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ തോന്നിയത് എന്നുള്ളതാണ്. ഇവര് അനുവാദം ചോദിച്ചിരുന്നത്രേ. ആ ഒരു മതിലിൽ എഴുതട്ടെ എന്ന് അനുവാദം ചോദിച്ചിരുന്നു അത്രേ. സ്വാഭാവികമായിട്ടും നമ്മളായാലും ചോദിക്കും, ആരായാലും ചോദിക്കും. ദർസ് വിദ്യാർത്ഥികൾ കൂടുതലായിട്ടും ചോദിക്കും. കാരണം അവരങ്ങനത്തെ ഒരു പിള്ളേരാണ്. അത്യാവശ്യം മാന്യം മര്യാദയ്ക്കൊക്കെയാണ് അവര് ദർസിലൊക്കെ ജീവിച്ചു വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാതെ ചെയ്യില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഞാനൊരു ദർസില് പിള്ളേർക്ക് ഇടയ്ക്കൊക്കെ 4 ലക്ഷം പറഞ്ഞു കൊടുക്കാൻ പോകാനുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ എന്നെ കൊണ്ടിട്ട് മാപ്പിളാക്കാൻ നിൽക്കണ്ട, ഞാനതല്ല. അപ്പൊ എന്തായാലും അതൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ചെറുവണ്ണൂരിലാണ് ഏപ്രിൽ 16 രാത്രി ചുമരെഴുതാൻ വന്ന മുസ്ലിം കുട്ടികളെ സംഘികളണ്ട് അടിച്ചു. സുരേഷ് എന്ന് പറയുന്നൊരു സംഘിയെ കൂടി ഇനി കിട്ടാനുണ്ട്. സംഗീതമൊക്കെ നമുക്കറിയാം. ഇനി ഇതിനെ ന്യായീകരിക്കുന്ന ഒരു എഴുത്ത് നമ്മുടെ ശശികല ടീച്ചറെ വക വന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ആയമ്മയുടെ പോസ്റ്റ് പോയി നോക്കാറുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും വർഗീയത ഉണ്ടോ എന്ന് ആമയുടെ പോസ്റ്റിൽ മനസ്സിലാകും. അതുകൊണ്ടാണ് കേട്ടോ. ആയം എഴുതി വെച്ചിരിക്കുക ഇങ്ങനെയാണ്: കോഴിക്കോട് ചെറുവണ്ണൂരിൽ ഏപ്രിൽ 16 രാത്രി ചുമരെഴുതാൻ ചെന്ന മുസ്ലിം കുട്ടികളെ സംഘികൾ അടിച്ച കഥയുടെ പോസ്റ്റുകൾ പറപറാന്ന് പറക്കുന്നുണ്ട്. സത്യമാണ്, പറപറാന്ന് പറക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. ആ ഒരു അടിച്ച ആളിനെ അറസ്റ്റ് ചെയ്യുകയും കൂടി ചെയ്തിട്ടുണ്ട്. ചില ചോദ്യങ്ങൾ ഉയരുണ്ട്. ആ കുട്ടികൾ ആരുടെ മതിലാണ് എഴുതാൻ പോയത്? ആരുടെ മതിലാണ് എഴുതാൻ പോയതെങ്കിലും ആ മതിൽ എഴുതാൻ വേണ്ടി ആ വീട്ടുകാരുടെ അനുവാദം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മതിലിന്റെ ഉടമസ്ഥൻ അനുവാദം വാങ്ങിയതാര്? അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ആ പോസ്റ്റ് എങ്ങനെയെങ്കിലും മുക്കിക്കളയണല്ലോ. അതാ ഈ കുട്ടികൾ ഏത് പരിപാടിയുടെ പ്രചാരണാർത്ഥാണ് ചുമരെഴുതാൻ ശ്രമിച്ചത്? എന്തായാലും ദർസിന്റെ കുട്ടികളല്ലേ, ഇസ്ലാമികമായിട്ടുള്ള എന്തെങ്കിലും പരിപാടിയുടെ ഭാഗമായിട്ടായിരിക്കും, അപ്പൊ ചുമരെഴുത്തായിരിക്കും. അത് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കാണാറുണ്ട്. അപ്പൊ കൂടുതലായി ചോദിക്കേണ്ട ആവശ്യമില്ല. രാത്രി കുട്ടികളെ കൊണ്ട് ചുമരെഴുതിക്കുന്ന ബാലവേലയിൽ പെടില്ലേ? പെടും, സംശയമൊന്നുമില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആ ഒരു ഉസ്താദുമാരെയും മറ്റൊക്കെ ബാലവേലയിൽ പെടുത്തിയിട്ട് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതുകൊണ്ട് അറിയുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇലക്ഷന്റെ ഭാഗമായിട്ട് രാത്രികളിലും പകലൊക്കെ പോസ്റ്റ് എഴുതാനും പോസ്റ്റ് കൊണ്ടുകൊടുക്കാനും നോട്ടീസ് വിതരണത്തിനും പ്രചാരണത്തിന് ഇറങ്ങുന്നതിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ട്. ഇതൊരു ബാലവേലയായിട്ട് കൂടണമെങ്കിൽ അവർക്ക് ആ ചെയ്തതിന് കൂലിയൊക്കെ കിട്ടണം. ഇത് ബാലവേലയൊന്നുമല്ല. നമ്മുടെ കുട്ടികളൊക്കെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഇതിനൊക്കെ ഒപ്പം കൂടാറുണ്ട്. കൂടണമെന്ന് ഞാനൊക്കെ പറയാം. ഇതിനൊപ്പം കൂടണം. അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ എഴുതുന്നൊക്കെ തെറ്റിക്കോട്ടെന്നേ. ഇങ്ങനെയൊക്കെ തന്നെയാണ് പഠിക്കുക. മുതിർന്നവരാരും കുട്ടികളൊപ്പം ഉണ്ടായിരുന്നില്ല. എന്തോരം കൺസേൺസാ. എത്ര മുതിർന്നവരുണ്ടെങ്കിലും ഈ സംഘികൾ 10-15 എണ്ണൊക്കെ വന്നിട്ട് പടക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് കൊള്ളുക എന്നല്ലാതെ നമ്മൾ സിനിമയിലത്തെ നായകന്മാരെന്നല്ല. ഒന്ന് കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവരാണ് തെറിച്ച് പോവുക. നമ്മുടെ സിനിമയിലത്തെ നായകന്മാരെന്നല്ല, മനുഷ്യന്മാരാണ്. അടി കിട്ടിയാൽ വാങ്ങിച്ച് കുത്തിരിക്കേണ്ടി വരും. കുട്ടികളെ സംരക്ഷിക്കുന്ന പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് മുതിർന്നവർ പോലും ഇല്ലാതെ രാത്രി കുട്ടികളെ ഇത്തരത്തിൽ വേല ചെയ്യിപ്പിക്കുവാൻ അധികൃതർക്ക് അനുവാദമുണ്ടോ? എന്തെല്ലാം ചോദ്യങ്ങളാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ആയമ്മയ്ക്ക് ആ കുട്ടികൾ ആ ചെങ്ങാതി അടിച്ചതിന് ഒരു വിഷമവുമില്ല. അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടാവണ്ടേ? അടിച്ചെങ്കിൽ അടിച്ചത് നിയമലംഘനമാണ്, സമ്മതിക്കുന്നു. ഭാഗ്യം. ആ പിള്ളേരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. അത്രയും ശരി. പക്ഷേ ആദ്യത്തെ ചോദ്യങ്ങൾ ചോദ്യങ്ങളായി അവശേഷിക്കരുത്. അന്വേഷണങ്ങളും നടപടികളും വേണം. മനസ്സിലായില്ലേ? അടിച്ചെങ്കിൽ
അടിച്ചത് നിയമലംഘനമാണ്, സമ്മതിക്കുന്നു. അതെങ്കിലും സമ്മതിച്ചല്ലോ. നിയമലംഘനം സമ്മതിക്കുക മാത്രമല്ല, അത് സംഘികളാണ് ചെയ്തതെന്ന് കൂടി നിങ്ങളൊക്കെ ഒന്ന് സമ്മതിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുകൂടി നിങ്ങൾ എഴുതണം. അവരവരുടെ ഇഷ്ടപ്രകാരം ആ ഒരു വീട്ടുകാരെ അനുവാദത്തോടു കൂടിയിട്ട് ചുമര് എഴുതുന്നുണ്ടെങ്കിൽ അത് എഴുതിക്കോട്ടെ. എല്ലാവർക്കും ഇവിടെ മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ, അത് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് അത് അവർ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്നല്ല പറയേണ്ടത്. എന്നാൽ അത്തരത്തിലുള്ള വാക്കുകൾ ഇതിൽ കാണാനില്ല. അതിന് പകരമായിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആരാണ് അടി കിട്ടിയത്, അടി കിട്ടിയവന്മാരെ വീണ്ടും അടി കിട്ടുന്ന രീതിയിലൊക്കെ മാറ്റി തീർത്തുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ അവർക്ക് വീണ്ടും ഒരു പണി കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അല്ലാതെ അതിൻ്റെ അപ്പുറം വേറെ ഒന്നും അവിടെ നടക്കുന്നില്ല. എങ്ങനെയുണ്ട്? ബൈ.